ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈസി ആൻഡ് ടേസ്റ്റി ഇൻസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സേമിയ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ വളരെയായിട്ട് ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നതെന്ന് പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായിട്ട് കടുക് പൊട്ടിച്ച് വറ്റൽമുളകിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത സവോളയോ ചെറിയ ഉള്ളിയോ പിന്നെ ഒരു പച്ചമുളകും കൂടി ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് ബീൻസും ക്യാരറ്റും ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ബീൻസും ക്യാരറ്റും ഒക്കെ ഇട്ടൊന്ന് വീഡിയോ എടുക്കുകയല്ലേ, അപ്പോൾ ഒന്ന് കളർ ആയിക്കോട്ടെ എന്ന് ഓർത്തു. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ബീൻസും ക്യാരറ്റും ഒന്നും ഇല്ലെങ്കിലും ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും സേമിയ ഉപ്പുമാവിന് നല്ല ചട്നിയാണ് കേട്ടോ. കടുക് പൊട്ടിച്ച് നല്ല വെള്ളം ചേർത്തെടുത്ത ചട്നിയാണ് ഇതിന് ടേസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുത്തതുകൊണ്ടാണ് ഇച്ചിരി ഉപ്പ് ഇട്ടെന്ന് വഴറ്റിയത്. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് വളരെ കുറച്ച് മാത്രമേ വെള്ളം വെക്കാവുള്ളൂ കേട്ടോ. വെള്ളം വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും സേമിയ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം വെച്ചതിന് വെള്ളം അധികം ആയിപ്പോയാൽ ഭയങ്കര പാടാണ്. അപ്പം ജസ്റ്റ് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി എടുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് വെന്ത് സംഭവം റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് കളറാകട്ടെ എന്ന് കൊടുത്തിട്ട് ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തു. വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവ് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോകളായിട്ട് വരാം നമുക്ക് വീണ്ടും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.